ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തക്കാളി ചമ്മന്തി. തക്കാളി ചമ്മന്തി എന്നൊക്കെ നിങ്ങൾ കേൾക്കുമ്പം തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ളതായിരിക്കും. പക്ഷേ അല്ല കേട്ടോ, ഇതൊരു പക്കാ തട്ടിക്കൂട്ട് സാധനം തന്നെയാണ്. അതായത് നമുക്ക് ചോറിന് കറിയൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി ചോറ് കഴിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതും എനിക്ക് എൻ്റെ അമ്മ തന്നെ പറഞ്ഞു തന്ന ഒരു മം സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. അപ്പം ഇതിന് അത്യാവശ്യം സാധനങ്ങളൊക്കെ വേണം. ആദ്യമായിട്ട് നമുക്ക് ആവശ്യമായത് കൊച്ചുള്ളിയാണ്. ചെറിയ കൊച്ചുള്ളി കൂടുതലിട്ടാലും ടേസ്റ്റിന് പ്രത്യേകിച്ച് കുറവൊന്നുമില്ല. കൊച്ചുള്ളി വേണം, പച്ചമുളക് വേണം, അതുപോലെ തക്കാളി വേണം, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൊച്ചുള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുക. പിന്നെ രണ്ടാമത് പച്ചമുളക് എന്ന് പറയുമ്പോൾ നമുക്ക് എരിവിന് ആവശ്യമായ രീതിയിൽ, ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ എരിവ് കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം. എനിക്ക് പാകത്തിനുള്ള എരിവിനുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, അത് നീളത്തിൽ അരിയുക. പിന്നെ നമ്മുടെ തക്കാളി നമ്മൾ സാധാ രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിയുക. ഇത്രയും സാധനം അരിഞ്ഞ് മാറ്റി വയ്ക്കുക. മൺചട്ടിയിലാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. ഞാനിവിടെ മൺചട്ടിയിലാണ് സാധാരണ വെക്കാറ്. മൺചട്ടി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ മൺചട്ടിയിലാണ് ഞാനിവിടെ വെക്കാറ്. അപ്പം ചട്ടി വെച്ചു. ചട്ടിക്കകത്തോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പം നമ്മുടെ ഉള്ളിക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കണം. കാരണം ഇത്തിരി ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഏറെ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇടുക. കൊച്ചുള്ളിയോടൊപ്പം തന്നെ നമ്മൾ പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഞാനിവിടെ ഉപ്പ് വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. പരലുപ്പിൻ്റെ വെള്ളമാണ് ചേർക്കുന്നത്. ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. വേവിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരണം. ഒരുപാട് വാടരുത്, നന്നായിട്ട് നമുക്കൊരു കഴിക്കാൻ പാകത്തിന് നന്നായിട്ട് വാടി വന്ന്. എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് അതിനകത്തോട്ട് കറിവേപ്പിലയും കൂടി ചേർക്കുക. തക്കാളി നല്ലതുപോലെ വേവണം. കാരണം തക്കാളിയുടെ ആ ഒരു സത്ത് നമ്മുടെ ഇതിനകത്തോട്ട് ഇറങ്ങണം. ആ രീതിയിൽ നമ്മുടെ തക്കാളി നല്ല പരുവത്തിന് വെന്ത് കിട്ടണം. അടച്ചു വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് സ്വല്പം കുരുമുളക് പൊടി, കാരണം ഞാൻ നേരത്തെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പക്ഷേ കുരുമുളക് പൊടിയും കൂടി ഇടുമ്പോൾ അതിൻ്റെ ഒരു മണമൊക്കെ നമുക്ക് അതിനകത്ത് കിട്ടണം. ആ രീതിയിൽ കുരുമുളക് പൊടി അങ്ങോട്ട് ഇടുക. ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കണം. അപ്പോൾ ഇപ്പം നമ്മുടെ സുന്ദരമായ നല്ല ഭംഗിയുള്ള തക്കാളി ചട്നി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം. നല്ല അടിപൊളിയാണ്.